ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതൊരു ക്രീമി ചിക്കൻ റെസിപ്പിയാണ്. ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അതിനുവേണ്ടി 1 കിലോൻ്റെ ചിക്കൻ 4 പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഫോർക്ക് കൊണ്ടോ കത്തി കൊണ്ടോ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരല്ലെങ്കിൽ വിനീഗർ, പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല ഇട്ടതിന് ശേഷം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെക്കാം. ഇനി സമയമില്ലാന്നാണെങ്കിൽ കുഴപ്പമില്ല, വെക്കണമെന്നില്ല. ഇനി ഒരു തവ എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഇനി അതിലേക്ക് എല്ലാ പീസസും ഇട്ട് കൊടുക്കാം. എല്ലാ പീസസും തവയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല കുറച്ച് ബാക്കിയുണ്ടാവും. ആ മസാല നമുക്ക് ആവശ്യമുണ്ട്. ഇനി ചിക്കൻ കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്കൊരു ക്രീം റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് 2 മുട്ട പുഴുങ്ങാൻ വെക്കണം. അതിനുശേഷം മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക, മഞ്ഞ ഒഴിവാക്കുക. അതൊരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കാം, മുട്ടയുടെ വെള്ളം മാത്രം. പിന്നെ ക്രീം ഇട്ട് കൊടുക്കാം. കുക്കിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ചീസാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണ് ഉള്ളത് അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ മൊസാരല്ല ചീസായിരുന്നു, ഷ്രെഡഡ് ചീസ്, അതാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് സ്ലൈസ്ഡ് ചീസാണെങ്കിൽ അതും യൂസ് ചെയ്യാം. അതാണ് ജനറലി ഇഫ ചിക്കനൊക്കെ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അതിനിടയ്ക്ക് ചിക്കൻ ഒന്ന് ശ്രദ്ധിക്കുക, തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി ആ മുട്ടയും ചീസും എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതുപോലെ കട്ടിയാണെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. അപ്പോൾ ക്രീം റെഡിയായി, അതവിടെ മാറ്റി വെക്കാം. ഇനി ചിക്കന് നന്നായിട്ടൊന്ന് കത്തി വെച്ചോ ഫോർക്ക് കൊണ്ടോ കുത്തി കൊടുക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇടുമ്പോൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ചിക്കൻ ഏകദേശം കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ബാക്കി വന്ന ആ മസാല അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാം. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ മസാല നല്ല ടേസ്റ്റാണ്. ഈ മുകളിൽ കാണുന്നത് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് സ്പൈസി കുറച്ചുകൂടി ഇഷ്ടമാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പം മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചില്ലി ഫ്ലേക്സ് പിന്നെ ഇട്ട് കൊടുത്തതാണ്. ഇത് പിന്നെയും ഞാനിങ്ങനെ കത്തി വെച്ച് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ. ചിക്കൻ നല്ല ജ്യൂസി ടെൻഡർ എല്ലാം മസാലയൊക്കെ അതിനകത്ത് കയറാനും ഇത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീം അതിൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുക്കുകയാണ്. എല്ലാ ചിക്കൻ്റെ മുകളിലും പുരട്ടി കൊടുക്കാം. ഇത് പുരട്ടിയതിന് ശേഷം അപ്പം തന്നെ ചൂടോടെ തന്നെ നമ്മൾ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് തൊട്ട് മുന്നേ ആയിട്ട് ചെറു ചൂടിൽ ഇത് പുരട്ടി കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 പീസ് മാത്രമാണ് കഴിക്കാനെടുക്കുന്നത്. അതുകൊണ്ടാണ് ആ 2 എണ്ണത്തിന് മാത്രം ആ ക്രീം ഇട്ട് കൊടുത്തത്. അപ്പോൾ ക്രീമി ചിക്കൻ റെഡി, ഓർ ഇഫ ചിക്കൻ റെഡിയാണ്. ഇനി നമുക്കിത് കുബൂസിൻ്റെ കൂടെയോ നിങ്ങളുടെ ഇഷ്ടത്തിൽ പൊറോട്ടയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നല്ല ക്രീമി ആയതുകൊണ്ട് നമുക്ക് ഹുമ്മൂസിൻ്റെയോ ബാക്കി മയോണൈസിൻ്റെയോ ഗാർലിക് പേസ്റ്റിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. മാത്രമല്ല ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ആ ചിക്കൻ കുക്കായി കിട്ടുന്ന സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്